ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ നേരെ നോക്കുക, മുന്നോട്ട് കാണുന്നത് ഒരു സ്ട്രെയിറ്റ് റോഡാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കാർ ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഗിയർ ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്യൂട്ടോറിയലാണ്. ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെ ശരിയായ രീതിയിൽ ക്രമത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്നിങ്ങനെ എത്ര സ്പീഡ് അനുസരിച്ച് ഗിയർ ഷിഫ്റ്റ് ചെയ്യാം. ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ഫിഫ്ത്തിൽ നിന്നും ഫോർത്തിലേക്കും തേർഡിലേക്കും സെക്കൻഡിലേക്കും എങ്ങനെ ഏത് സ്പീഡ് അനുസരിച്ച് പ്രോപ്പറായിട്ട് ഗിയർ ഡൗൺ ചെയ്യണം, അത് കറക്റ്റായിട്ട് ഈ റോഡിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഗിയർ ഷിഫ്റ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന സംശയങ്ങൾ ഈ ഒരു വീഡിയോടൊപ്പം ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാറിക്കിട്ടും. വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഇപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ബ്രേക്കിലും ക്ലച്ചിലും എൻ്റെ കാല് വരുന്നു, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുന്നു. ഇനി നമ്മൾ വാഹനം എടുക്കുകയാണ്. വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കുക. ഇപ്പം ന്യൂട്രലാണ് കിടക്കുന്നത്. ലിവർ പരമാവധി ലെഫ്റ്റിലേക്ക് ചേർത്ത് മേളിലേക്ക് ഇങ്ങനെ ഇടുക. ഫസ്റ്റ് ഗിയർ കറക്റ്റ് വീടും. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ക്ലച്ചിൽ നിന്ന് പതുക്കെ അയച്ച് വാഹനം എടുത്തു. ഒരു സ്ട്രെയിറ്റ് റോഡിൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 10, 15, 20 കിലോമീറ്റർ വേഗതയാകുമ്പോൾ, ഇപ്പോൾ 20 കിലോമീറ്റർ വേഗതയായപ്പോൾ നിങ്ങൾക്ക് ക്ലച്ച് പിടിക്കാം. ഉടൻ തന്നെ സെക്കൻഡ് ഗിയർ ഇടുക. ക്ലച്ചിൽ നിന്ന് പെട്ടെന്ന് റിലീസ് ചെയ്യുക. വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 20 കിലോമീറ്റർ വേഗതയിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇടാം. ഇപ്പോൾ 20 കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. വീണ്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. ഏകദേശം ഒരു 30 കിലോമീറ്റർ വേഗത ഇപ്പോൾ വന്നു. ഇപ്പോൾ വന്നപ്പോഴത്തേന് ക്ലച്ച് പിടിക്കുന്നു. ഇതേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു. അതായത് 30 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് തേർഡ് ഗിയർ ഇടാം ഒരു സ്ട്രെയിറ്റ് റോഡിൽ. ഇപ്പോൾ വീണ്ടും അത്യാവശ്യം സ്ട്രെയിറ്റ് റോഡാണ്. വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു. ഒരു 40 കിലോമീറ്ററിൽ ഞാൻ ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ, ഇപ്പം 4ാമത്തെ ഗിയറിൽ 40-45 കിലോമീറ്റർ വേഗതയിൽ പോവാണ്. ഇനി ഒരു 45 കിലോമീറ്റർ വേഗത ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ പോവാണ്. ഇനി നമ്മൾ 5ാമത്തെ ഗിയർ എപ്പോഴാണ് ഇടുന്നത്? ഏകദേശം ഒരു 50 കിലോമീറ്റർ വരികയും ഒപ്പം തന്നെ ഒരു സ്ട്രെയിറ്റ് റോഡ്, ഓർത്തിരിക്കുക, ഒരു സ്ട്രെയിറ്റ് റോഡ് വരുമ്പോൾ മാത്രമേ 5ാമത്തെ ഗിയർ ഇടാവുള്ളൂ. 4ാമത്തെ ഗിയറിലൊക്കെ നമുക്ക് അത്യാവശ്യം വളവും തിരിവുള്ള റോഡിൽ നമുക്കൊരു 40 കിലോമീറ്റർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തേ. ഇപ്പോൾ 40 കിലോമീറ്റർ വേഗതയിലാണ് വണ്ടി പോകുന്നത്. സ്പീഡ് ഞാൻ ആക്സിലറേഷൻ ഒന്ന് കുറച്ചപ്പോൾ 40 കിലോമീറ്റർ വേഗതയായി. എന്നാൽ 5ാമത്തെ ഗിയർ ഇടുന്ന എപ്പോഴാണ്? ഒരു സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക. ഏകദേശം ഒരു 45 കിലോമീറ്റർ ആകുമ്പോൾ 5ാമത്തെ ഗിയർ ഇടുക. നിരപ്പ് റോഡിൽ മാത്രമേ 5ാമത്തെ ഗിയർ ഇടാൻ പാടുള്ളൂ. ഏകദേശം ഒരു 45 കിലോമീറ്റർ വേഗതയിൽ. ഇനി ഇവിടെ മുന്നിലേക്കൊരു വളവ് വരുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? 5ാമത്തെ ഗിയറിൽ വളവ് തിരിയാൻ പാടില്ല. ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് ഫോർത്തിലേക്ക് ഇട്ടതിന് ശേഷം തിരിയുക. കണ്ടോ, അപ്പോൾ ചെറിയ വളവുകളാണെങ്കിൽ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ബ്രേക്കിൽ മാത്രമാണ് എൻ്റെ കാലുള്ളത്. ബ്രേക്കിൽ കാല് വെച്ച് 4ാമത്തെ ഗിയറിൽ നമുക്കിത് 40 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാം. അപ്പോൾ 5ാമത്തെ ഗിയർ ഇടുമ്പോൾ എപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നല്ല നിരപ്പ് റോഡിൽ മാത്രം 5ാമത്തെ ഗിയർ ഇടുക. ചെറിയ വളവും തിരിവൊക്കെ ഉള്ള റോഡാണെങ്കിൽ ഇതുപോലെ 4ാമത്തെ ഗിയറിൽ വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് വണ്ടി ഒരു 40 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്താൽ ഈസി ആയിട്ട് സ്റ്റിയറിംഗ് ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കും. നല്ല ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് 40 കിലോമീറ്റർ വേഗത മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നമുക്കിത് വണ്ടി ഓടിക്കാൻ കഴിയും. വീണ്ടും ഒരു നിരപ്പായിട്ടുള്ള റോഡ് വന്നു. 5ാമത്തെ ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ, എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിത് 5ാമത്തെ ഗിയറിൽ ഇങ്ങനെ പോകുന്നു. ചെറിയ വളവൊക്കെ ഉള്ളൂ, എന്നാൽ ഇത് അത്യാവശ്യം ഒരു നിരപ്പ് പോലത്തെ ഒരു റോഡാണ് ഉള്ളത്. എന്നാൽ ഇത് 5ാമത്തെ ഗിയറിലേക്ക് നമ്മളിത് ഇട്ട് ഇങ്ങനെ വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് ഇനി മുന്നിലേക്ക് നിങ്ങൾ നോക്കുക, അത്യാവശ്യം ഒരു നിരപ്പായിട്ടുള്ള ചെറിയൊരു ഇറക്കം കൂടിയ റോഡാണ്. ഇനി ഇവിടെ മുന്നിലായിട്ടൊരു വളവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? 5ാമത്തെ ഗിയർ പോകാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കണ്ടോ, 40 കിലോമീറ്റർ വന്നപ്പോൾ അഡ്വാൻസ് ഫോർത്ത് ഗിയറിലേക്ക് ഇട്ട് ബ്രേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ചെറിയ വളവ് 4ാമത്തെ ഗിയറിൽ ഇറക്കം കൂടിയ റോഡാണ്. ജസ്റ്റ് ബ്രേക്ക് കാല് വെച്ച് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ ഇറങ്ങിപ്പോകാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വലിയ വളവുകളിൽ തേർഡ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പീഡ് 40 കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അറിയത്തില്ല, നിങ്ങൾക്ക് അതിനുള്ള സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫോർത്തിൽ നിന്ന് നിങ്ങൾ പതിയെ തേർഡ് ഇട്ടിട്ട് സ്പീഡ് കുറയ്ക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ വണ്ടിയുടെ വേഗത താന്ന് ഒരു 35 കിലോമീറ്ററിലേക്ക് എത്തും. ഇപ്പം നിങ്ങൾ നോക്കി, ഏകദേശം ഒരു 35 കിലോമീറ്റർ വേഗതയിൽ ആണ് ഇപ്പം എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ഗിയറിൻ്റെ പിടുത്തമുണ്ട്. വണ്ടി ഒരു പരിധിക്കപ്പുറം സ്പീഡ് പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് ഫോർത്തിൽ ആ ഒരു സ്പീഡ് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? തേർഡിലേക്കിട്ട് സ്പീഡ് കുറച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ അതേ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു. ഇനി ഇവിടെ മുന്നിലായിട്ട് ഒരു വളവും കൂടെ ഉണ്ട്. നിങ്ങൾ നോക്കുക, ഈ വളവ് ഈസി ആയിട്ട് തന്നെ തേർഡ് ഗിയറിൽ തിരിഞ്ഞു പോകും. ജസ്റ്റ് ബ്രേക്ക് കാല് വെക്കുക, ഇടത്തെ സൈഡിലേക്ക് പരമാവധി സ്റ്റിയറിംഗ് ഇങ്ങനെ ചേർക്കുന്നു.
എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ പോകുന്നത് കണ്ടോ, നമുക്ക് ഈസി ആയിട്ട് തേടി പോകാം. ഇനി റോഡ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ്സ് നൽകുക, ഫോർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും ഇവിടെ ഒരു വളവ് വരുന്നു. നിങ്ങൾ നോക്കിയാൽ 4ാമത്തെ ഗിയറിൽ ഇങ്ങനെ വരുന്നു. മുന്നിലായിട്ട് നല്ലൊരു വളവാണ്, ഒരു കയറ്റമാണ് കാണുന്നത്. വളവും കയറ്റവും കണ്ടു കഴിഞ്ഞാൽ ഫോർത്തിൽ പോകരുത്, പിന്നെ നമുക്കവിടെ തേടേ പറ്റത്തുള്ളൂ. അപ്പം നേരത്തെ ഞാൻ തേടിട്ടു കൊടുത്തു. അപ്പം വളവും കയറ്റവും കൂടിയ റോഡ് വന്നു കഴിഞ്ഞാൽ, ചെറിയ കയറ്റമാണെങ്കിൽ എന്ത് ചെയ്യുക, തേടിയിട്ട് ഇതുപോലെ കയറിപ്പോകാം. അപ്പോൾ ഫോർത്ത് പറ്റത്തില്ല. അവിടെ നമുക്ക് പറ്റുന്ന ഏത് ഗിയറാണ്, തേർഡാണ്. അത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഓർക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ഇനി നമ്മളിത് ഇങ്ങനെ തേർഡിൽ ഇങ്ങനെ വരുന്നു. എന്നിട്ട് ഇത് ഇവിടെ നിങ്ങൾ നോക്കുക, ഈ ഒരു വളവ് ഇങ്ങനെ കയറി വരികയാണ്. തേർഡ് ഗിയറിലാണ് ഞാൻ ഇവിടെ കയറി വരുന്നത്. ഇനി വണ്ടി ഇച്ചിരി മടുപ്പ് കാണിക്കുന്നു എന്ന് തോന്നിയാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. അതായത് കയറ്റത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഈ കയറ്റം ഇങ്ങനെ കയറി വന്നു. അപ്പോൾ അങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഗിയർ ഡൗൺ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ഒരു ജംഗ്ഷനിൽ വന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ക്ലച്ച് പിടിക്കുന്നു. തേർഡ് ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ, ക്രമത്തിലാണ് നമ്മൾ ഗിയർ ഇടുന്നത്. ഇനി തേർഡിൽ നിന്ന് നമുക്ക് ഫോർത്ത് ഇടണം. റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ ഫോർത്ത് ഇടാം. കണ്ടോ, ഫോർത്ത് ഗിയറിൽ ഇറക്കം കൂടിയ റോഡായതുകൊണ്ട് 4ാമത്തെ ഗിയറിൽ ജസ്റ്റ് ബ്രേക്ക് കാല് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വളവ് തിരിഞ്ഞ് നമുക്ക് പോകാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, വളവെല്ലാം തിരിഞ്ഞ് ഈസി ആയിട്ടാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നല്ല പിടുത്തം വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേർഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ഗിയർ ഡൗൺ ഷിഫ്റ്റിങ്ങും അപ്പ് ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഗിയർ അപ്പ് ആൻഡ് ഡൗൺ ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.